ഡിസ്ട്രിക്ട് കലോത്സവത്തിലും സ്റ്റേറ്റ് കലോത്സവത്തിലും ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ട് കാലിക്കറ്റിൻ്റെ ഒരു പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗ്രൂപ്പ് ഡാൻസ് തന്നെയാണ്. ആ ഗ്രൂപ്പ് ഡാൻസിലുള്ള പാർട്ടിസിപ്പൻസിനെയാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. ഫുൾ പാർട്ടിസിപ്പൻസ് ഇല്ല, ഓക്കെ. പക്ഷേ നമുക്ക് ഗ്രൂപ്പ് സോങ്ങിൻ്റെ ഗ്രൂപ്പ് ഡാൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇവരോട് ചോദിക്കാം. ആരാണ് നിങ്ങളെ ഗ്രൂപ്പ് ഡാൻസ് പഠിപ്പിച്ചത്? വിനീത് സാറിൻ്റെ ഒരു സ്റ്റൈലിൽ നിങ്ങൾക്ക് വിനീത് സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? വിനീത് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അങ്ങനെയൊന്നുമില്ല. ചെയ്യുമ്പം ആ ചിന്തിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ലൈക്ക് ഹി ഡസൻറ്റ് ടേക്ക് ഇറ്റ്. പിന്നെ സാർ ഭയങ്കര പൊളൈറ്റാണ്. എത്ര ദിവസം കൊണ്ടാണ് ഈ ഗ്രൂപ്പ് ഡാൻസ് നിങ്ങൾ പഠിച്ചത്? സെപ്റ്റംബറിന് തുടങ്ങി പിന്നെ നമുക്ക് നവംബറിൽ പ്രാക്ടീസ് അങ്ങനെ അങ്ങോട്ട് ഭയങ്കര പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ക്ലാസ് മിസ്സായി, കുറേ ക്ലാസ് മിസ്സാവും. പിന്നെ എന്താ ഭയങ്കരമായിട്ട് ടയേർഡാവും. നമ്മൾ രാവിലെ സ്കൂളിൽ വന്ന് ഈവനിങ് ആവും, പിന്നെ ഉച്ച മുതൽ അങ്ങോട്ട് പ്രാക്ടീസ് ട്യൂഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ. ചിലർക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. കാലിന് വേദന, പിന്നെ ഭയങ്കരമായിട്ട് എന്താ ഹോസ്പിറ്റലിലായി പോവുക. അങ്ങനെ ഇന്നത്തെ ഒരാൾക്ക് ഒച്ചയില്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ ഇൻറ്റൻസ് പ്രാക്ടീസ് സെഷൻ ആയിരുന്നു എപ്പോഴും? അതായിരുന്നു. അപ്പോൾ അതിൽ റിസൾട്ട് വരുന്നവൻ്റെ തൊട്ട് മുന്നുള്ള ഫീലിങ്സ് എന്താ? ഡിസ്ട്രിക്ട് കലോത്സവം ഓർത്തെടുത്ത് അത്രയും പ്രാക്ടീസ് ഒക്കെ ചെയ്ത്. പക്ഷേ ഞങ്ങൾക്കൊരു പേടിയില്ലായിരുന്നു. കഴിഞ്ഞ കൊല്ലവും ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. കഴിഞ്ഞ കൊല്ലം സെക്കൻഡ് ആയിപ്പോയി. അപ്പോൾ ഇപ്രാവശ്യം ഒരു ചലഞ്ച് എടുത്തു. ഇപ്രാവശ്യം അതിൻ്റെ ഒരു വാശിയും എന്തായാലും കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയുള്ളൊരു ഇതിൽ. അപ്പോൾ അടുത്ത വർഷം ഈ നിങ്ങളുടെ ഈ ഡാൻസിലെ ചില ആളുകൾ സ്കൂൾ കഴിഞ്ഞ് കോളേജ് ലൈഫിൽ പോവാണ്. അതാരൊക്കെയാണ് അതൊന്ന് മെൻഷൻ ചെയ്യൂ. ഞാനാണ് പോകുന്നത്. ഗ്രൂപ്പിൽ 2 പേരാണുള്ളത്, ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ അടുത്ത വർഷം ഇപ്പോൾ നിങ്ങൾ പോയി വിചാരിച്ചോ, പോയിട്ട് പിന്നീട് ഒരു വർഷം വരെ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഫീൽ ഉണ്ടാവും. അതുണ്ടാവും. പിന്നെ ഇവരായിട്ട് ലൈക്ക് ആ ഒരു പ്രൗഡ് ഫീലിംഗും ഉണ്ടാവും, ഒരു സീനിയർ എന്നുള്ള രീതിയിൽ. ഇനി ഗ്രൂപ്പ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. ആദ്യം തോന്നും ക്ലാസ് മിസ്സാവും, വേണ്ട ഇത്. പക്ഷെ ഇതൊരു വേറെ എക്സ്പീരിയൻസാണ്. ഈ ഒരു മെമ്മറി ഇതിന് ജോയിൻ ചെയ്യാത്ത പഠിത്തം മാത്രമായിട്ട് കൊണ്ടുപോകുന്നതിനെക്കാട്ടും ഭേദം ഇങ്ങനെ കലോത്സവം എല്ലാം മാനേജ് ചെയ്ത് അതിന് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ ഇവൻസും കഴിഞ്ഞു. ഇതത്തോടെ ഈ ആനുവൽ ഡേയോട് കൂടി എല്ലാ ഇവൻസും കഴിയാണ്. ഇനി എന്താ നിങ്ങളുടെ ഫ്യൂച്ചർ പ്രോഗ്രാം? എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. എങ്ങനെയായിരിക്കും നിങ്ങൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരുമിച്ചിരുന്ന് പഠിക്കുക. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം 10th ബോർഡ് എക്സാം എഴുതിയപ്പോഴും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ടീച്ചേഴ്സ് ഉറപ്പായിട്ടും സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ പ്രാക്ടീസിന് ചെയ്യുന്ന ഇടയിൽ കൂടിയും ഇടയ്ക്കൊക്കെ ബുക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കും. എക്സാമുള്ള സമയത്ത് മിഡ് ടേം ഒക്കെ ഉള്ള ടൈം ആകുമ്പം ഇങ്ങനെ പഠിക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന റൂമിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പഠിക്കുക. അതിന് ഇവർ സീനിയേഴ്സ് ഹെൽപ്പ് ചെയ്ത് തരും. അങ്ങനെയൊക്കെ പഠിക്കല്ലേ. ആനുവൽ ഡേൻ്റെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാം. ആനുവൽ ഡേൻ്റെ ഡാൻസും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ. അഷ്ടനായിക മൊത്തമല്ല, അഞ്ജലി വേദന കാരണം അവരൊക്കെ ഓരോ മറ്റു വേറെ പ്രോഗ്രാമിന് പോയിട്ടുള്ളതാണ് അല്ലേ. അവരെ നമുക്ക് എന്ത് ചെയ്യും, ജോയിൻ ചെയ്യിപ്പിക്കാം. താങ്ക് യു.